ഹലോ കൂട്ടുകാരെ, ഇന്നൊരു അടിപൊളി മുട്ട റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ, കണ്ടപ്പോൾ തന്നെ എന്താ പറയുക, കഴിക്കാനായിട്ട് ടേസ്റ്റ്. നമുക്ക് കറിയൊന്നും ഇല്ലാതെ തന്നെ ചോറ് കഴിക്കാൻ ബുദ്ധിമുട്ടിയിരിക്കുന്ന സമയത്ത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണിത് കേട്ടോ. എന്തായാലും നിങ്ങൾ ഇതേപോലെ ചെയ്ത് നോക്കണം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടു കാണുമല്ലോ. ഒരു സവാള, രണ്ടോ മൂന്നോ പച്ചമുളക്, അത്യാവശ്യം കുറച്ച് വെളുത്തുള്ളി, 2 മുട്ട, ഇതാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ ഞാൻ താറാമുട്ടയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. താറാമുട്ടയിൽ ഉണ്ടാക്കിയെടുത്താലായിരിക്കും ഒന്നുകൂടി കഴിക്കാനായിട്ട് ടേസ്റ്റ് തോന്നുക. അപ്പോൾ എന്തായാലും നമ്മൾ റെസിപ്പി ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. ആദ്യമായി മുട്ട പൊട്ടിച്ച് ഒരു ബൗളിലേക്ക് ഒഴിക്കുക. അപ്പോൾ ഞാനിവിടെ എടുത്തു വെച്ച സവാളയും പച്ചമുളകും ഒക്കെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. മുട്ട പൊട്ടിച്ച് ബൗളിലേക്ക് ഒഴിക്കുകയാണ്. ശേഷം അതിനെ നന്നായിട്ട് പതപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് അടുത്ത ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. നോർമലി നമ്മളൊരു മുട്ട വറക്കാൻ എങ്ങനെയാണോ മുട്ടയെ പതപ്പിച്ചെടുക്കുന്നത് അതേ രീതിയിൽ അടിച്ച് പതപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിനകത്തേക്ക് ഞാൻ അല്പം സവാള അരിഞ്ഞതും ഒരു ഇത്തിരി പച്ചമുളകും കൂടി ചേർത്ത് അതിനോടൊപ്പം തന്നെ ഉപ്പും കൂടി ചേർത്ത് രണ്ടിനെ നന്നായിട്ട് പതപ്പിക്കുന്നത്. എന്തായാലും മുട്ട നന്നായി പതപ്പിച്ചെടുക്കുക. മുട്ട നന്നായിട്ട് പതപ്പിച്ചെടുക്കണം, എങ്കിൽ മാത്രമേ അത് നന്നായിട്ട് ശരിയായി വരികയുള്ളൂ. ആ റെസിപ്പി അതിൻ്റേതായ ഒരു രീതിക്ക് വരത്തുള്ളൂ. അപ്പോൾ നന്നായിട്ട് പതപ്പിച്ചെടുക്കുക. ഇതിന് വലിയ പ്രയാസമൊന്നുമില്ല, വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. ഞാൻ പറഞ്ഞില്ലേ, വളരെ പെട്ടെന്ന് ഒരു കറി ഇല്ലാതിരിക്കുന്ന സമയത്ത് ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. അങ്ങനെ നമ്മുടെ മുട്ടയെല്ലാം നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ശേഷം ഇനി ചെയ്യാൻ പോകുന്ന നമ്മുടെ പാൻ അടുപ്പത്ത് വെക്കുക. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. ആദ്യം ഇത്തിരി വെളിച്ചെണ്ണ കുറവായിട്ട് എനിക്ക് തോന്നിയതുകൊണ്ട് വീണ്ടും ഞാൻ ഇത്തിരി കൂടി ഒഴിക്കുന്നുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിന് കുറച്ച് മതിയെങ്കിൽ കുറച്ച് ഉപയോഗിക്കാം. അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് വെളിച്ചെണ്ണ യൂസ് ചെയ്യുക. ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് അതിനെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. അതിനുശേഷം അതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയെ ഇട്ട് ചെറുതായിട്ട് ഫ്രൈ ആക്കി എടുക്കുക. ഒരുപാട് ഫ്രൈ ആയി പോകരുത്. അതിൻ്റെ കളർ ചേഞ്ച് അനുസരിച്ച് നിർത്തുക. കളർ ഒന്ന് ചേഞ്ച് ആവുന്നതനുസരിച്ച് നിർത്തുക. അതിനുശേഷം അതിനകത്തേക്ക് ആവശ്യമായ പൊടിവർഗ്ഗങ്ങളാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഞാനിവിടെ എടുക്കുന്നത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയുടെ പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ പൊടിവർഗ്ഗങ്ങളെല്ലാം കൂടി ആ ഉള്ളിലേക്ക് ഇട്ട് നന്നായിട്ട് അതിനെ പച്ചമണം ഇല്ലാണ്ടാക്കി എടുക്കുക. ശേഷം അതിനെ ഒന്ന് പരത്തി വെക്കുക. അതിനകത്തേക്ക് വേണം നമ്മൾ പതപ്പിച്ച് വെച്ചേക്കുന്ന മുട്ടയെ ഒഴിച്ചു കൊടുക്കാൻ. ചുറ്റിച്ച് സെൻറ്ററിലും സൈഡിലും എല്ലാം ഒരേപോലെ വരത്തക്ക രീതിയിൽ വേണം മുട്ടയെ പതപ്പിച്ചതിനെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇവിടെ ഞാൻ മുട്ട പതപ്പിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനകത്തേക്ക്. ഇപ്പോൾ എന്തായാലും സിമ്മിലിട്ട് വേണം നമ്മളിതിനെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നോർമലി ഒരു മുട്ട വറക്കുന്ന പോലെ തന്നെ ഇതിനെ തിരിച്ചും മറിച്ചും ഇട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ അടിപൊളി മുട്ട റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടാൽ തന്നെ ചോറ് അപ്പം കഴിക്കാൻ തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഇതേപോലെ ചെയ്ത് നോക്കണം. ഇതൊരു അടിപൊളി ടേസ്റ്റിയാണ്. വളരെ പെട്ടെന്ന്, ഞാൻ പറഞ്ഞില്ലേ, വീണ്ടും ഞാൻ പറയുകയാണ്, വളരെ പെട്ടെന്ന് ഉണ്ടാക്കി നോക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. ഓക്കെ, താങ്ക്